ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജാണ്. ഇപ്പോൾ യൂണിവേഴ്സ് നമുക്ക് തരുന്ന മെസ്സേജ് ചിലപ്പോൾ അത് ബ്ലെസ്സിങ്സ് ആവാം, ചിലപ്പോൾ നമുക്കുള്ള വാർണിങ്സ്, അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാവാം. എന്താണെന്ന് നോക്കാം. ഓക്കെ, പെർമിറ്റ് വന്നിട്ടുണ്ട്. കുറേ കാർഡ് ഒരുമിച്ച് ആഡ് ചെയ്യണം. 1 more കാർഡ് എടുക്കാം. ബോട്ടം കാർഡ് ടെമ്പററാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ഹെർമിറ്റിൻ്റെ എനർജിയാണ്. പലർക്കും ഇപ്പോൾ വേണ്ടത്, ഇപ്പോൾ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ്. നിങ്ങളെക്കുറിച്ച് തന്നെ കൂടുതൽ അറിയാം, നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാം. നിങ്ങൾക്ക് പലർക്കും നിങ്ങളെക്കുറിച്ച് ശരിയായൊരു ബോധം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതാണ് ശരി എന്നൊരു തോന്നൽ ഉള്ളവരായിരിക്കാം കൂടുതലും. പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും നിങ്ങളെക്കുറിച്ച് തന്നെ ആഴത്തിലറിയേണ്ട സമയമാണെന്നാണ്. കുറച്ചും കൂടി ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകണം എന്നാണ്. ഇപ്പോൾ കരുതിയിരിക്കുന്നതിനേക്കാളും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോൾ, കൂടുതൽ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ, അത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നതും മനസ്സിലാക്കാൻ പോകുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള സമയമാണ് ഇതെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയമായ ഒരു നേട്ടം അല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അത് വിപുലമാകാനുണ്ടെന്നാണ്. അത് അതിൻ്റെ വാല്യൂസ് എത്രത്തോളം ഉയർന്നതാണ്, നിങ്ങൾക്കുള്ള വാല്യൂ അത് എത്രത്തോളം ഉയർന്നതാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എലോണായിട്ട് തനിച്ചിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യേണ്ടൊക്കെ സമയമാണ് എന്നാണ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കുമല്ല. എന്നാലും ഇത് ഈ ഒരു മെഡിറ്റേഷനൊക്കെ അല്ലെങ്കിൽ അവനവനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ ശ്രമിക്കുന്നതൊക്കെ എല്ലാവർക്കും നല്ലതായിരിക്കും. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള സ്പിരിച്വൽ സെൽഫിനെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്നാണ്, തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നാണ്. ഒരു സെൽഫ് റിയലൈസേഷൻ വരേണ്ട സമയമാണ്. അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മൂല്യം എന്താണെന്നും നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് നിങ്ങളിപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നതും അത് ഇനി മനസ്സിലാക്കി കഴിയുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ 6 of Cups ആണ് അടുത്ത് വന്നിരിക്കുന്നത്. ചിലർക്കൊക്കെ ഒരു മിസ്സിങ് എനർജി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള കൂടുതൽ നിങ്ങളുടെ ലവേഴ്സോ ഏറ്റവും അടുത്ത് പ്രിയപ്പെട്ടവർ അവരൊക്കെ അകന്ന് മാറി നിൽക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവരൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന പല അനുഭവങ്ങളും അത് ഓൾറെഡി നിങ്ങൾക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ബാല്യകാലത്തെ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമുള്ള അനുഭവങ്ങൾ, ഓർക്കുമ്പോൾ സുഖമുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള അനുഭവങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന്. ആരുടെയും കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒരു ഫാദർലി കെയറിങ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൗഡ് വൺസിൽ നിന്നൊക്കെ ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജസ്റ്റിസ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ന്യായം കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യായിരിക്കാം.
ആ ഒരു ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ്. അപ്പോൾ നീതി ദേവത നിങ്ങൾക്കായിട്ട് ഒരു അനുഗ്രഹം തരാനിരിക്കുന്നു. അത് നിങ്ങൾ പലർക്കും അനുഭവവേദ്യമാകും എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ പലർക്കും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ്. സ്പിരിച്വൽ എന്ന് പറയുന്നത് നമ്മൾ മതങ്ങളിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ നമ്മളെ തന്നെ അറിയുക എന്നുള്ളതാണ് കൂടുതൽ അതിൻ്റെ സമയമാണ്. ഫസ്റ്റ് തന്നെ ഹെർമിറ്റിൻ്റെ എനർജിയാണ് ചാടി വന്നത്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ നടക്കേണ്ട സമയമാണ്. പലർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. ഇത്ര കാലം നിങ്ങൾ ധരിച്ചു വെച്ചിരുന്നൊക്കെ തെറ്റായിരുന്നുവെന്നും അത് ശരിയായ രീതി അല്ലായിരുന്നുവെന്നും അല്ലെങ്കിൽ ഇനിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അത് ശരിയായ രീതി അല്ലെങ്കിൽ ശരിയായ ജ്ഞാനം എന്താണെന്നല്ല ശരിയായ റിയലൈസേഷൻ നിങ്ങൾക്ക് പലർക്കും വന്നിട്ടുണ്ട് അല്ലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വരും. അതിനുള്ള സമയമാണ്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളിലേക്ക് അത് കൊണ്ടുവരും. അതായത് നമ്മൾ ഈശ്വരനിൽ വിശ്വസിച്ച് പോകുന്നവർക്ക് ആ ഒരു മാറ്റം വന്നിരിക്കും. യൂണിവേഴ്സ് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് നമ്മൾ പോലും അറിയാതെ കൊണ്ടെത്തിച്ചിരിക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള സമയമാണ് നിങ്ങൾക്ക് പലർക്കും. ശരിക്കൊരു ന്യൂ ബിഗിനിങ് നിങ്ങൾ പലരുടെയും ലൈഫ് ഒരു പുതിയൊരു മാറ്റത്തിന് തുടക്കമാവുകയാണെന്നാണ്. അത് സ്പിരിച്വലി ആവാം അല്ലെങ്കിൽ ലൈഫിൽ ഏത് രീതിയിലായാലും കൂടുതലും ഇവിടെ കാണുന്നത് സ്പിരിച്വലി വരുന്ന ചേഞ്ച് തന്നെയാണ്. നിങ്ങളുടെ പുരോഗതിക്കായിട്ട് നിങ്ങളുടെ സെൽഫ് അവെയർനെസ് ആയിട്ട് ഒരു മാറ്റം യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കെന്താണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്? സമാധാനം, സന്തോഷം ഒക്കെയാണല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ അബണ്ടൻസും എല്ലാ അതും തനിയെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് അതാണ്. അപ്പോൾ അതിനുള്ള ഒരു സാധ്യതയാണ് നിങ്ങളിൽ കൂടുതൽ പേർക്കും കാണുന്നത്. ഓട്ടം കാർഡ് എംപററാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനുമുള്ള പവറുള്ളവരാണ്. അപ്പോൾ ഇവിടെ ഈ എനർജി വന്നിരിക്കുന്നത് കൂടുതൽ പേരുടെയും നല്ല സ്ട്രെങ്ത് ഉള്ളവരാണ്. അതുപോലെ നല്ല മെൻ്റൽ പവർ എല്ലാം ഉള്ളവരാണ്. ഏത് കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. ഫാദർലി കെയറിങ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഒരുപാട്. അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ ഈഗോയും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ ഡ്രീംസിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ ഡ്രീംസ് നിങ്ങൾക്ക് സഫലമാകാൻ പോകുന്നു എന്നാണ്. അതിനുള്ള പവറുള്ളവരാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നതാണ് കേൾക്കുന്നത്. നിങ്ങളുടെ സോൾ എന്താണ് പറയുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ സോൾ എന്താണ് പറയുന്നതെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ കൂടുതൽ നിങ്ങളുടെ സോളിനെ കുറിച്ച് അറിയുക. ഡീപ്പറായിട്ടുള്ള ആ ഒരു റിയലൈസേഷനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. മെഡിറ്റേഷനൊക്കെ കുറേ പേർക്ക് അത്യാവശ്യമായ ഒരു സമയമാണ്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ കുറേ നമ്മൾ തനിയെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒരു വഴി തിരിഞ്ഞു വരും. അതാണ് തനിച്ചിരുന്ന് ചിന്തിക്കേണ്ട സമയമാണെന്ന് പറയുന്നുണ്ട്. അതിന് കൂടുതൽ ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിനുള്ള വഴി തനിയെ തുറന്നു വരും. മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് എന്നെക്കുറിച്ച് അറിയാനുള്ള വഴി, എന്നെക്കുറിച്ച് അല്ലെ എൻ്റെ സോളിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ, അല്ലെ ഇനി എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്നവർ നിരന്തരം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനുള്ള വഴി നിങ്ങൾക്ക് തനിയെ തുറന്നു വരും. അത് യൂണിവേഴ്സായിട്ട് തന്നെ ആ പ്രകൃതി ശക്തി തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ തന്നെ നിങ്ങളെ ആ വഴിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അത് എൻ്റെ അനുഭവം കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ സോൾ എന്താണ്, അല്ലെങ്കിൽ അത് അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിരന്തരം എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ മുന്നിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓപ്പണായി വന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഈ റീഡിങ് എടുത്തപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടിയത് ഹെർമിറ്റിൻ്റെ എനർജിയിൽ അതാണ് പറയുന്നത്. ഇവിടെ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ
അതിനുള്ള യൂണിവേഴ്സ് തിരഞ്ഞെടുത്തവരിൽ പലരുമാണ് നിങ്ങളെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ അത് റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു. ബി ഹാപ്പി.